ഹലോ അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ഷംസിൻ. ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് ഗുഡ്. ഇന്ന് ഞാനൊരു മിക്സഡ് ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം കറിയൊന്നും ഇല്ലാത്തപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ള ദോശയാണ്. അപ്പം വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പച്ചരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് ചെറുപയർ പരിപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടെടുക്കാം. ഇനി ആസ് യൂഷ്വൽ ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഫസ്റ്റ് സ്റ്റെപ്പിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പം മൊത്തം ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു സവോള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം ഒരു 3 ടേബിൾ സ്പൂൺ മതിയാകും. പിന്നെ ഗ്രീൻ ചില്ലി വേണം 2 എണ്ണം, ഒരു വട്ടത്തിൽ അരിഞ്ഞതാണ്. പിന്നെ ഇഞ്ചിയാണ് വേണ്ടത്. പിന്നെ ക്യാരറ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഇനി സ്പൈസസ് ആയിട്ട് ഞാൻ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് വേണം 1/2 ടീസ്പൂൺ, പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, പിന്നെ തൈര് വേണം കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ മതിയാകും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ നോർമലി ദോശ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മീഡിയം ലോ ടു ഫ്ലെയിമിലാട്ടോ തീ വെക്കേണ്ടത്. അപ്പം കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് അടച്ചു വെക്കണം. ഒരു 2 മിനിറ്റ്സ് ഒക്കെ മതിയാകും. ഇനി ഇത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന് മേലെ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ സൈഡ് കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, പോയി കാണുക. അപ്പോൾ ഓക്കെ, ബൈ.